മലയാള സിനിമാ ലോകത്ത് ഇനി വിവാഹം കഴിക്കാനുള്ള ചുള്ളന്മാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഒന്നാമത്തേത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. ഉണ്ണിമുകുന്ദന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കുറേ നാളായി എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ണിമുകുന്ദനും അനുശ്രീയും തമ്മിൽ പ്രണയത്തിലാണോ? ഇവർ രണ്ടുപേരും തങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അനുശ്രീ ഈയിടെയ്ക്ക് മുന്നെയാണ് ഒരു വീട് വെച്ച് സെറ്റിലായത്. മനോഹരമായ ഒരു വീടായിരുന്നു. ഒരുപാട് സിനിമാ സീരിയൽ രംഗത്തേക്ക് തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ചാണ് അനുശ്രീ ആ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത്. ഉണ്ണിമുകുന്ദനും അനുശ്രീയും തമ്മിൽ ചെറിയൊരു ഇഷ്ടം എവിടെയോ ഉണ്ട് എന്നാണ് ഈ വീഡിയോ കണ്ട ആളുകൾ പറയുന്നത്. അനുശ്രീയെ കണ്ട ഉണ്ണിമുകുന്ദന്റെ മുഖത്ത് ആ ഒരു ഇഷ്ടത്തിന്റെ ഒന്നും ഇല്ലെങ്കിലും അനുശ്രീ ഉണ്ണിമുകുന്ദനെ കാണുമ്പോഴേ ബ്ലഷ് ചെയ്യുന്നുണ്ടെന്നും നാണം വരുന്നുണ്ടെന്നും സംസാരത്തിലൊക്കെ ഇവരുടെ നോട്ടങ്ങൾ തമ്മിൽ എന്തോ ഒരു ഇഷ്ടം കൈമാറുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഉണ്ണിമുകുന്ദനും അനുശ്രീയും വിവാഹിതരായാൽ അത് സത്യം പറഞ്ഞാൽ ഒരു വലിയ ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു വാർത്ത തന്നെയായിരിക്കും. അനുശ്രീയും ഉണ്ണിമുകുന്ദനും ഇവർ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്, ഇവർ വിവാഹത്തിന് മുന്നേ റിലേഷൻഷിപ്പിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചോദിക്കാൻ എന്റെ കല്യാണം വല്ലോ നിങ്ങൾ നേർച്ച ഞാൻ അത്രക്കാരി അല്ല. ഞാൻ മറ്റേ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയച്ഛനും പോലും പ്രാർത്ഥിക്കാറില്ല. നമുക്ക് നോക്കാം ആരുടെ പ്രാർത്ഥന കൂടുതലേക്ക്. എന്താ ഉണ്ണിയുടെ ഭാവി വധുവിനെ കുറിച്ച്, അതായത് ഉണ്ണി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു ബൈറ്റ് നമുക്കത് കാണാം. എനിക്കറിയില്ല. പണ്ട് ഞാൻ പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കുത്തിപ്പോക്കല്ലേ. ബേസിക് റിക്വയർമെന്റ് ആണ്. ബേസിക്കലി കുറച്ച് ഓർത്തഡോക്സ് ആണ്. ലൈക്ക് എനിക്ക് എന്റെ റൂട്ട്സ് അല്ലെങ്കിൽ എന്റെ കൾച്ചറൽ തിങ്സ്, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഐ തിങ്ക് ഐ എൻജോയ് ഇറ്റ്. അപ്പോൾ അതിനോടൊരു രുചി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഐ എം ക്വൈറ്റ് ഓപ്പൺ. ഐ എം കുറച്ച് മോഡേൺ ആയിട്ട് ഇറ്റ്സ് എ ബ്ലെൻഡ്. അങ്ങനത്തെ ഒരു ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ വിൽ ബി ഗ്രേറ്റ്. രാവിലെ നേരത്തെ എണീക്കണമെന്നല്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി എണീക്കും. ഇറ്റ് ബി ഗ്രേറ്റ്. ഫണ്ണി, അങ്ങനെ എന്തെങ്കിലും തമാശകളോ അല്ലെങ്കിൽ മ്യൂസിക്കിനോട് താല്പര്യമുള്ള ഒരാളായിരിക്കും. ഇത് മറ്റേ പ്രയാഗയുടെ ഒക്കെ കൂടെ ഒരു മൂവി ചെയ്ത ടൈമിലുള്ളതാണോ? ആ ലുക്ക് പോലെ ഉണ്ട്. ജോലി നീണ്ട മൂക്ക് അറിയില്ല. ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് എനിക്ക് എപ്പോഴും ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ഷാർപ്പായിട്ട് തോന്നാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ, എനിക്ക് അതിൻ്റെ എൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കില്ല. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞ് ഞാനിങ്ങനെ ചുമ്മാ സംസാരിച്ച് പോകും. അതിനുശേഷം എനിക്കൊന്ന് മെസ്സേജ് എൻ്റെ എന്ന് ചേട്ടൻ അത് ഭയങ്കര മോശമായി പോയി, അങ്ങനെ പറഞ്ഞു, നീണ്ട മൂക്ക് മാത്രം അങ്ങനെ പറഞ്ഞു. അപ്പൊ നീണ്ട മൂക്കില്ലാത്ത ആൾക്കാർ നല്ലതല്ലേ. ഞാൻ വിചാരിച്ചു ദൈവമേ, ഞാൻ ഇതൊക്കെ എനിക്ക് പേടിയായി. ഇന്നത്തെ പൊളിറ്റിക്കൽ, അന്ന് എനിക്കൊന്നും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇത് ചോദിച്ചോട് ഞാൻ പറയില്ല. ഇല്ല, ഒന്നും ഒരു അവസ്ഥയില്ല. ഒരു സാധാരണ ഒരു അത്യാവശ്യം എന്താ പറയാ ഓറിയന്റഡ് ആയ ഒരാള്, അങ്ങനെയല്ലേ പറയാ, എല്ലാവർക്കും അങ്ങനെയല്ലേ ഉള്ളത്. നല്ലൊരു കുട്ടി, നല്ല സ്വഭാവം. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നപ്പോ തൊട്ട് എന്നോട് ചോദിച്ചോണ്ടിരിക്കും. എനിക്ക് തന്നെ കല്യാണമൊക്കെ എങ്ങനെയാന്ന് അറിയാം, ഒരു ഇന്ന പ്രായത്തിൽ നടന്നത് നല്ലതാണ്. ഐ ഫീൽ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച്. ബട്ട് അത് നടന്നില്ലെങ്കിലും നിങ്ങൾ ഇഫ് യു ആർ ഇൻ എ ഗുഡ് മെന്റൽ സ്പേസിലാണെങ്കിൽ, മാത്രമല്ല നിങ്ങൾക്ക് കല്യാണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ആണ്. ഒരു കറക്റ്റായ ഒരാളുടെ ഒപ്പം ഒരു വർഷമാണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഒരു തെറ്റായ ആളുടെ ഒപ്പം 25 വർഷം ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യണേക്കാളും എത്രയോ നല്ലതാണ് ഒരു വർഷം ഒരാളുടെ സമാധാനം. ഇപ്പൊ ഞാൻ അങ്ങനെയായി. ഓക്കെ, അപ്പൊ സംടൈംസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് എന്റെ ലൈഫിൽ എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. എന്ന് വെച്ച് എന്റെ ലൈഫിൽ ഇത് നടന്നില്ലെങ്കിൽ ഒരു ട്രാജഡി എന്ന് ഞാൻ കരുതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ഇതും ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പഴയ ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ പണ്ടേ പറഞ്ഞതല്ലേ, എനിക്കിപ്പോ അതാ അടിച്ചത്. ദാറ്റ് ഷുഡ് ഹാപ്പൻ. അങ്ങനെ കളിയാക്കി ചിരിക്കണ പോലത്തെ. ഞാൻ പറഞ്ഞല്ലേ പണ്ട് എങ്ങനെയുള്ള ആളെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടാന്ന് പറയുമ്പോഴേ ഞാൻ ചോദിച്ചത് അതാ, മറ്റേ മൂക്ക് നീണ്ട വീഡിയോ അല്ലേ ഞാൻ കണ്ടതായത്. ഇനി വരാൻ പോകുന്ന ആൾക്ക് നോക്കിക്കോ, കുഞ്ഞു
കുഞ്ഞു മൂക്കായിരിക്കും. നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിൽ പാർട്ണറായിട്ട് വരുന്ന ആൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാ. എന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര വലുതായതുകൊണ്ട് അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് നടന്നാലും അതേപോലെ നടക്കും. ആഹാ, അപ്പൊ ഇനി നോക്കിക്ക് എല്ലാരും നോക്കും നീണ്ട മൂക്കാരോന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യത്തെക്കാളും കൂടുതലാണ് എപ്പോഴും നടക്കാറ്. എന്റെ ലൈഫിൽ ഒരിക്കലും ഇത് ഞാനിപ്പോ ഒരു സൈക്കിൾ ആഗ്രഹിച്ചു, ഇപ്പൊ നടന്നു പോയിട്ടില്ല, എനിക്ക് ബൈക്ക് കിട്ടിയേക്കണേ. ഞാൻ ബൈക്ക് ആഗ്രഹിച്ചപ്പോ എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. സോ അറിയില്ല, എനിക്ക് ഈ ജാതകം ഇതൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു യോഗം ഉണ്ട്. നമ്മൾ എന്ത് വിചാരിക്കുന്നു അതിനെക്കാട്ടും ഡബിൾ. ഭയങ്കര ഭാഗ്യാണ്. അപ്പൊ ഉണ്ണി ആഗ്രഹിച്ചതിനെക്കാട്ടിലും ഒരുപാട് കിട്ടാണ്. ഇനി ഒരു മൂക്കിന് ഒരു നീണ്ട മൂക്കിന് വരെ എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോ അതാണ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇനി നോക്കാൻ പോണ ഒരു സംഭവം എന്ന് പറയണത്. ഓക്കെ, അതൊക്കെ സമയമാകുമ്പോ നടക്കും. തരുമ്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല, നല്ലൊരു കുട്ടീനെ മാത്രം കിട്ടിയാൽ മതി അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. ലക്കി ഗേൾ എന്ന് പറയണോ ലക്കി ബോയ് എന്ന് പറയണോ ഞങ്ങൾ അപ്പൊ തീരുമാനിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലുക്സിനെ കുറിച്ചല്ല ഞാൻ ഇത്ര ബോധമല്ല, ടു വെരി ഓണസ്റ്റ്. ഞാൻ ബിക്കോസ് ഇപ്പൊ എന്റെ ഈ ആ ഒരു സെൻസ് ഓഫ് മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട്. പണ്ടത്തെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പണ്ടത്തെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു വർഷം കൂടുന്തോറും ലൈഫ് എക്സ്പീരിയൻസ് ടോട്ട് മീ ലൈക്ക് ലുക്സിലല്ല, ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജോലിയും ലൈഫിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ ഞാൻ എന്റെ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ് ഭയങ്കര ഡിഫറെന്റ് ആണ് ആക്ച്വലി. അപ്പൊ ഉണ്ണി ജോലിക്ക് വിടുവോ വൈഫിനെ? പോണം, എന്തിനു വിടുവോന്നല്ല, എനിക്ക് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കണം. ജോലിക്ക് വിടുവോ? പോണോ, പോയേ പറ്റൂ. എങ്ങനെ അല്ല അനുവായാലും ഞാൻ വെറുതെ എന്നെ ഇങ്ങനെ പുച്ഛിക്കരുതിട്ടോ, ഇത് വരുന്ന ഷോ ആണ്. ഇല്ല ഇതെല്ലാം ജസ്റ്റ് ഫ്രണ്ട്ലി. ഇവര് തമ്മിൽ ഒന്നുമില്ല, ഞാനാണ് സത്യം. ഇത് വെറും ഇവര് തമ്മിൽ നിങ്ങളൊക്കെ ഇങ്ങനെ കൂടെ പറയുന്നത് കൊണ്ട് കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ ഇങ്ങനെ. ഞാൻ സത്യസന്ധ അനുശ്രീയുടെ കല്യാണം ഒരു 6 മാസം കൊണ്ട് നടക്കും. ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ നമ്മൾ തമ്മിലുള്ള ന്യൂസ് വരാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അതല്ല, കിട്ടിപ്പോയില്ലല്ലോ ഇതുവരെ. അങ്ങനെയല്ല, ടൈമിലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുകയാണ്. പൊതുവെ എല്ലാ ഹീറോയിൻസ് കല്യാണം കഴിക്കുന്ന തൊട്ട് മുന്നേ കഴിക്കില്ല എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ ഈ സിനിമയിൽ കയറുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചിത്രവും മാഗസീനൊക്കെ വായിക്കുമ്പോ ഇല്ല വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോ ടക്കേന്ന് കല്യാണം.